കാലടി സംസ്കൃത സർവകലാശാലയിൽ സമരത്തിൽ മുഖം നഷ്ടപ്പെട്ട് SFI. സമരത്തിന്റെ പിന്നിലെ പൊള്ളത്തരം പുറത്തായതോടെ സർവകലാശാല കവാടത്തിലെ സമരം അവസാനിപ്പിച്ചു. ഇന്നലെ കൃത്യം 11 മണിക്ക് തന്നെ സർവകലാശാലയുടെ കവാടം അടച്ചു. കഴിഞ്ഞ 15 ദിവസമായി നടത്തിവന്നിരുന്ന സമരത്തിൽ നിന്നാണ് SFIയുടെ പിന്മാറ്റം. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരുണ്ട്. അരുൺ, ഇനിയിപ്പോൾ മുഖം രക്ഷിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് SFI. തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലത്തെ ജനറൽ ഡിബേറ്റ് അടക്കം വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് ഈ ലഹരി മാഫിയയുടെ ഒരു പിന്തുണ ഈ സമരത്തിനുണ്ടായി എന്ന് സർവകലാശാല തന്നെ തുറന്നു പറയേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു. ഇതുതന്നെയാണ് SFIയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നത്. കാരണം സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കാനാണ് ഈ സമരമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ സർവകലാശാല അത് അക്കമിട്ട് നിരത്തിയിരുന്നു. അതായത് നിലവിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ആദ്യത്തെ ഒരു നിയന്ത്രണ പ്രകാരം 9:30-യോടെ സർവകലാശാലയുടെ മുഖ്യ കവാടം അടയ്ക്കുമെന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ ജോലിക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്, അവരെയൊക്കെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനുശേഷമാണ് ഈ 11 മണി എന്നുള്ള ഒരു സമയത്തിലേക്ക് സർവകലാശാല വിവിധ വിദ്യാർത്ഥി യൂണിയനുകളുമായി ചർച്ച നടത്തി. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തിയതിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. പക്ഷേ 11 മണിക്ക് സർവകലാശാല കവാടം അടയ്ക്കുന്നതിനെതിരെയും വലിയ ഒരു പ്രതിഷേധവുമായി SFI വന്നിരുന്നു. ഈ സമരത്തിനെതിരെയാണ് വലിയ രീതിയിലുള്ള വിമർശനം. അതായത് ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത രീതിയിൽ ഗുരുതരമായുള്ള ഏറ്റവും ഗൗരവകരമായുള്ള ഒരു ആരോപണമാണ് സർവകലാശാല മുന്നോട്ട് വെച്ചത്. ഇത്തരത്തിലുള്ള സമരത്തിന് പിന്നിൽ ബാഹ്യ ശക്തികളുണ്ട്, അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ലഹരി മാഫിയയ്ക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്, സമരമാണ് ഇത് എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ സർവകലാശാലയ്ക്ക് തന്നെ അവരുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിൽ തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ദുഃഖകരമായ ഒരു സത്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് എടുക്കേണ്ടി വന്നിരിക്കുന്നത്. സർക്കാരിനെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വിഷയമായി ഇത് മാറി. ഇത് ജനറൽ ഡിബി ഇന്നലെ കൃത്യമായി തന്നെ തുറന്നു കാട്ടുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി സംവിധാനങ്ങളെ ഒന്നാകെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 15 ദിവസമായി നടന്നു വന്ന സമരത്തിന് പെട്ടെന്നൊരു ആരോടും പറയാതെ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്നെല്ലാം തന്നെ SFI പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മുഖ്യ കവാടം കടന്ന ഈ ക്യാമ്പസിൻ്റെ ഹോസ്റ്റലിനുള്ളിലേക്ക് അപരിചിതരായ ആളുകൾ, കോളേജുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ ഇവിടെ തമ്പടിക്കുന്നു എന്നുള്ള ഗൗരവകരമായ ഒരു ആരോപണം കൂടി വാർത്താക്കുറിപ്പിൽ തന്നെ സർവകലാശാല പുറത്തുവിട്ടിരുന്നു. ഇതും തെല്ലൊന്നുമല്ല ഈ സമരത്തെ ബാധിച്ചത്. എന്തിനാണ് ഇവർ ഈ ക്യാമ്പസിനുള്ളിലേക്ക്, ഈ ഹോസ്റ്റലിനുള്ളിലേക്ക് വരുന്നത്? ഈ അരക്ഷിതമായ ചുറ്റുപാട് അവിടെ ഉണ്ടാകുന്നത്, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ പരാതികൾ ഉണ്ടാകുന്നു, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും പരാതികൾ ഉണ്ടാകുന്നു. പക്ഷേ ആദ്യം ഒന്നും തന്നെ ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് SFIയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു സർവകലാശാല സ്വീകരിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെയും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ അടിയന്തരമായ ഒരു ഇടപെടലുണ്ടായത്. സിൻഡിക്കേറ്റ് ഉപസമിതിയെ നിയോഗിച്ചത്, അത് പ്രധാനപ്പെട്ട CPM നേതാവ് തന്നെ അഡ്വക്കേറ്റ് KS അരുൺകുമാർ തന്നെ ഇതൊക്കെ തുറന്നു പറഞ്ഞ് ഒരു പുതിയ ഒരു പരിഷ്കാരം കൊണ്ടുവരേണ്ടി വന്നു. ജൂലൈ 1 മുതലാണ് ഈ പരിഷ്കാരം കൊണ്ടുവന്നത്. പരിഷ്കാരത്തിൽ പുതിയ തിരുത്തലുകളൊക്കെ തന്നെ വരുത്തി നടപ്പാക്കുമ്പോൾ സർവകലാശാല അധികൃതർ പറഞ്ഞത് ഇനി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളുമില്ല, നിങ്ങൾ സമരവുമായി മുന്നോട്ട് പൊക്കോളൂ എന്നുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. എന്തായാലും ഈ ലഹരി മാഫിയയുടെ അടക്കമുള്ള ഒരു പിന്തുണ ഈ സമരത്തിനുണ്ട് എന്നുള്ള കാര്യം തുറന്ന് പറയേണ്ടി വന്നതോടുകൂടിയാണ് ഈ സമരം ഏറ്റവും ഒടുവിൽ ഇന്നലെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സമരങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച പോലെ തന്നെ സർവകലാശാല കവാടം സെക്യൂരിറ്റി അടച്ചത്. ഇന്നലെ ഒരു പ്രതിഷേധവും ഇല്ലാതെയായിരുന്നു ഈ സർവകലാശാല കവാടം അടിച്ച അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണിച്ചത്. രാഹി, അരുൺ, അതുപോലെ തന്നെ എന്തായാലും ഇന്നലെ കാലടി സംസ്കൃത സർവകലാശാലയുടെ നടപടിയോടുകൂടി SFI ശരിക്കും പറഞ്ഞാൽ നാണം കെട്ടുപോയി എന്നുള്ളതാണ്. കാരണം അത്ര ഗുരുതരമായ ആക്ഷേപങ്ങളൊക്കെ തന്നെയാണ് കാലടി സംസ്കൃത സർവകലാശാല മുന്നോട്ട് വച്ചിരുന്നത്. ഇവർ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ, അല്ലെങ്കിൽ അവരുടേതായ ഒരു ന്യായീകരണമൊക്കെ ഉണ്ടാകുമല്ലോ, അതെന്ത് ന്യായീകരണമാണ് അവർ നിരത്തുന്നത്? നിലവിൽ അത്തരത്തിലുള്ള ഔദ്യോഗിക വിശദീകരണം ഒന്നും തന്നെ SFIയുടെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത്
ഇത്തരം ഒരു സമരം അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടാത്ത രീതിയിലേക്കുള്ള ഒരു സമരമാണ്. കാരണം 11 മണിക്ക് ശേഷവും ഹോസ്റ്റലിലേക്ക് എത്താൻ മുഖ്യ കവാടം തുറന്നിടണം എന്നുള്ള ഒരു ആവശ്യം പല വിദ്യാർത്ഥികളും അതിന് എതിരായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ലഹരി മാഫിയയുടെ പിടിയിലേക്ക് സർവകലാശാല ഒന്നാകെ പോകുന്നു എന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചോളം ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അതിലേറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ക്യാമ്പസുകളൊക്കെ തന്നെയും ലഹരി മുക്തമാക്കണമെന്നുള്ള സർവകലാശാലയ്ക്ക് കൃത്യമായ ഒരു നിർദ്ദേശം ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയിരുന്നു. എന്തായാലും ഈ സമരം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അടുത്ത ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്നും ഏറ്റവും അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ സമരം നടത്തുന്ന SFIക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഗവർണർ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടാൽ വീണ്ടും പ്രതിരോധത്തിലേക്ക് SFI ആകും. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ പാർട്ടി സംവിധാനങ്ങളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കാലടി സംസ്കൃത സർവകലാശാലയുടെ നീക്കത്തിൽ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന SFI ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അരുൺ കൊടുങ്ങൂരാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.